ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് 3 കളറ് പൂവുണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. അതായത് അതിൻ്റെ പേര് ഇങ്ങനെ വരാൻ തന്നെ അത് കാരണം അതാണ്. കളറ് മാറി മാറി വരും ഓരോ ദിവസം കൂടുന്നോളും. യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ പ്ലാന്റ്. ചില ആൾക്കാർ അതിന് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ പ്ലാന്റ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ പ്ലാന്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ പ്ലാന്റിന് ഈ പേര് വരാൻ കാരണം ആദ്യം ഫ്ലവർ ഉണ്ടാകുമ്പോൾ അത് ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു വയലറ്റ് ഷെയ്ഡുള്ള പൂവാണ്. അത് കഴിഞ്ഞാൽ അതൊരു ലാവൻഡർ കളറിലേക്ക് മാറും. അത് കഴിഞ്ഞാൽ കൊഴിയാറാവുമ്പോൾ ഇതിനകത്തൊരു പൂവ് കൊഴിഞ്ഞ് വീഴാറായിട്ടുണ്ട്, വൈറ്റ് കളറിലാവും. അതായത് 3 കളർ പൂവാണ്. നിങ്ങൾക്കിതിൽ കണ്ടാൽ തന്നെ അറിയാം. ആദ്യം വരുന്നത് ഒരു വയലറ്റ്, ഒരു പർപ്പിൾ കളറാണ്, പിന്നെ ഒരു ലാവൻഡർ ആവും, പിന്നെ അത് വൈറ്റ് ആവും. അധികം കെയറൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ ഇത് വേണമെങ്കിൽ നിലത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ചട്ടിയിൽ വയ്ക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒരു വലിപ്പമായ ഒരു പ്ലാന്റാണ്. ഞാനിപ്പോൾ അത് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. സൺലൈറ്റിൽ നല്ല മാതിരി കൊള്ളുന്ന സ്ഥലത്ത് വെച്ചാലും കുഴപ്പമില്ല. ഷെയ്ഡ് ഏരിയയിൽ നമുക്കത് വെക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഗാർഡൻ സോയിലിന് പുറമേ ഞാൻ ചാണകപ്പൊടി, വെർമി കമ്പോസ്റ്റ്, കുറച്ച് എല്ലുപൊടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പോട്ടി മിക്സ് ഉണ്ടായിട്ടാണ് ഇത് ആ ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പൂവ് ഇടാതിരിക്കുകയൊന്നുമില്ല. പൂവ് ഇടുന്നില്ലെങ്കിൽ ഡാപ്പ് ഇട്ട് കൊടുക്കാം, ഡിഅമോണിയം ഫോസ്ഫേറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനെ നനയ്ക്കാറുണ്ട്. വെയിൽ വെക്കാമെങ്കിൽ ഇത് നനച്ചു കൊടുക്കാറുണ്ട്. ഒന്നിടവിട്ട ദിവസം ഞാൻ നനച്ചു കൊടുക്കാറുണ്ട്. പിന്നെ വെള്ളം വാർന്നു പോകണം, വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അധികം കെയറൊന്നും വേണ്ട. ഒരുമാതിരി സാധാരണ രീതിയിലുള്ള കെയർ ഉണ്ടെങ്കിൽ തന്നെ ഈ പ്ലാന്റ് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവും. ചെറിയ കട്ടിങ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ കട്ടിങ്സ് വെച്ച് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇഷ്ടംമാതിരി ഒരു പ്ലാന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടംമാതിരി പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. നിറയെ പൂക്കുന്ന നമ്മുടെ ഒരു നിത്യകല്യാണി പൂവിനോട് സാമ്യമുള്ള പൂവാണിത്. പക്ഷേ കളറ് മാറി മാറി വരും. അതുകൊണ്ടാണ് ഈ പേര് കിട്ടിയിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.